കേൾക്കാവോ? ആടാ ഹലോ, കേക്കാം. കട്ടാവുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് നെറ്റിന് പ്രശ്നമുണ്ട്. ഓക്കെ, നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇവിടെ. സോ നമ്മളെ ടോപ്പിക് PID ആണ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ, യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, ഇതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ ആണ്. അത് പ്രഗ്നൻസി അല്ലെങ്കിൽ സർജറി, അത് രണ്ടും അല്ലാത്ത ആ ഒരു സമയത്തുള്ള ഇൻഫെക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഫെക്ഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് PID എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ സമയത്ത് കുറെ പേർക്ക് UTI അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിസ്ട്രക്ടമിയോ അല്ലെങ്കിൽ സാൽപിഞ്ചക്ടമി അങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ആ ഇൻഫെക്ഷൻ ഒന്നും കൂടാതെ ബാക്കി എല്ലാവിധ ഇൻഫെക്ഷൻ നമ്മൾ PID എന്നാണ് പറയാം. അപ്പൊ ഇൻഫെക്ഷൻ ഓഫ് ദി യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്, അഡ്ജസന്റ് ആയിട്ടുള്ള പെൽവിക് സ്ട്രക്ചേഴ്സിന്റെ മൊത്തം ഇൻഫെക്ഷൻ ആണ്. നോട്ട് ഇൻ പ്രഗ്നൻസി ആൻഡ് ആഫ്റ്റർ സർജറിക്ക് ശേഷമുള്ള ഇൻഫെക്ഷൻസ് ഒഴികെ ബാക്കി എല്ലാവിധ ഇൻഫെക്ഷനുമാണ് PID എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? ഡെഫിനിഷൻ മനസ്സിലായോ? ഹലോ. പിന്നെ അത് എന്ന് പറഞ്ഞാൽ ഒരു അസെൻഡിങ് ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മുടെ എൻഡോ സെർവിക്സ് തൊട്ട് മുകളിലോട്ട് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയി പോയി ലാസ്റ്റ് നമ്മളെ ഓവറീനൊക്കെ ഇൻഫെക്ട് ചെയ്ത് അവിടെ ആപ്സസ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊരു അസെൻഡിങ് ഇൻഫെക്ഷൻ ആണ്. ഫസ്റ്റ് ഒരു എൻഡോ സെർവിസൈറ്റിസ് ആണ് ഉണ്ടാവുക, പിന്നെ അത് എൻഡോമെട്രൈറ്റിസ് ആയിട്ട് മാറും, പിന്നെ സാൽപിഞ്ചൈറ്റിസ്, മീൻസ് ഓരോന്നായിട്ട് എഫക്ട് ചെയ്യും. അത് സെർവിക്സ്, പിന്നെ യൂട്രസിന്റെ എൻഡോമെട്രിയം, പിന്നെ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറി, അങ്ങനെ സാൽപിഞ്ചൈറ്റിസ്, ട്യൂബ് ഓവേറിയൻ ആപ്സിസ്, ലാസ്റ്റ് നമ്മളെ പെരിറ്റോണൈറ്റിസ് ഉണ്ടാക്കും, പെൽവിക് ആപ്സിസ്, അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് പോകും PID എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ, അതായത് അറ്റ് ലാസ്റ്റ് ഉണ്ടാവുക എന്താന്ന് വെച്ചാൽ ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും. അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, പിന്നെ എക്ടോപിക് ജസ്റ്റേഷൻ ആയിരിക്കും അധികവും വരിക PID ഉള്ള പേഷ്യൻസിന് വരിക. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ PID ആണ്. പക്ഷേ ഈ PID നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്താൽ മതി, പ്രിവെന്റ് ചെയ്താൽ മതി. ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രിവെന്റബിൾ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ അല്ലെ? ഇനി ഹലോ, ഓക്കെ, എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ചോദിച്ചോണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് തീർക്കാണ്, വെറുതെ സമയം കളയണ്ടല്ലോ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺട്രസെപ്ഷൻ വേഴ്സസ് PID. ജനറലി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ കോൺട്രസെപ്റ്റീവ് ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് IUDസും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, ബാരിയർ മെത്തേഡ്സ് അതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് PID വരും എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു മിസ്കൺസെപ്റ്റ് ആണ്. ശരിക്കും എന്താന്ന് വെച്ചാൽ ഈ കോൺട്രസെപ്ഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. PIDക്കുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ് ഈ കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത്. ബാരിയർ കോൺട്രസെപ്ഷൻ ആയാലും ഓറൽ കോൺട്രസെപ്ഷൻ ഒക്കെ ആയാലും അതെന്ത് ചെയ്യും, ഈ PIDനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവര്, പിന്നെ ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ് അബ്യൂസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരുകള് അവര് കോൺട്രസെപ്ഷൻ യൂസ് ചെയ്താലും അവർക്ക് PID ഡെവലപ്പ് ചെയ്യും. അതാണ് പറയുന്നത്. Those IUD increases the risk of PID only in women with risk taking sexual behavior. അങ്ങനെ അതായത് മൾട്ടിപ്പിൾ സെക്ഷൻ, അത് മനസ്സിലായല്ലോ അല്ലെ? അങ്ങനത്തെ മൾട്ടിപ്പിൾ സെക്ഷൽ ക്യാരക്ടർ പാർട്ട്നേഴ്സും സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവര് IUD യൂസ് ചെയ്താൽ അവർക്ക് ഇൻക്രീസസ് ദ റിസ്ക് ആണ്, PID കൂടാനുള്ള റിസ്ക് കൂടുക ചെയ്യാം. അല്ലാണ്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തവർക്ക് ഫാക്ടർ ആണ് എന്നർത്ഥം. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, യങ് ഏജ് ആയിട്ടുള്ളവർക്ക്, റീസൺ ന്യൂ സെക്ഷൽ പാർട്ട്ണർ, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ സ്മോക്കിംഗ്, ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവർക്ക്, പിന്നെ മെയിനായിട്ട് ഈ ഇൻഫെക്ഷൻ PID കോസ് ചെയ്യുന്ന 2 ഓർഗാനിസം ആണ് നമ്മുടെ ഗൊണേറിയ അല്ലെങ്കിൽ ക്ലമീഡിയ എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പൊ അവരുണ്ടാക്കുന്ന ഡിസീസ് ഗൊണോകോക്കൽ ആൻഡ് ക്ലമീഡിയൽ സെർവിസൈറ്റിസ് ആൻഡ് വജൈനൈറ്റിസ്, അതൊക്കെ ഉണ്ടെങ്കിൽ PID കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. STDs, പിന്നെ IUDs ഇൻസേർഷൻ, അത് റെയർ ആണ് കേട്ടോ. IUD ഇൻസേർഷൻ ഒക്കെ റെയർ ആണ്. അത് ഇങ്ങനത്തെയിലാണ് പറയുന്നത്. ഈ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള അവരൊക്കെ ഈ IUDs യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ PID കൂടും എന്നാണ് പറയുന്നത്. പിന്നെ സ്മോക്കിംഗ്, ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇൻഫെക്ഷൻ PID യൂഷ്വലി വുമണിന് വരാണ്ടിരിക്കാൻ കുറെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് വജൈനൽ PH. വുമൻസിന്റെ വജൈനൽ PH എന്ന് പറയുന്നത് അസിഡിക് ആണ്. അസിഡിക്കിന് കാരണം അവിടെ ആരെ പ്രസൻസ് ആണ്, ലാക്ടോബാസില്ലസിന്റെ പ്രസൻസ് ആണ്.
പിന്നെ നമ്മുടെ സെർവൈക്കൽ മ്യൂക്കസ്, അതൊക്കെ എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അതൊക്കെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിൽ. പിന്നെ ആഫ്റ്റർ മെൻസസിന് ശേഷമൊക്കെയാണ് ഇൻഫെക്ഷൻ ഒക്കെ ചെയ്യുക. അതായത് എന്താ പറയാ, ക്ലീനും നീറ്റൊന്നും ഇല്ലാണ്ട് ഒരു വൃത്തിയില്ലാത്തൊരു ഇതിൽ നടക്കുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ബോഡി തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വജൈനൽ pH, അങ്ങനെയൊക്കെ അസിഡിക് pH ഒക്കെ വെച്ചിട്ട്. പിന്നെ ഈ മെൻസസിന് ശേഷം എന്താന്ന് വെച്ചാൽ അവിടെ ബ്ലഡ് വരുമല്ലോ. ആ ബ്ലഡ് വരുന്ന റീജിയനിൽ ആ pH എന്തായിട്ട് മാറും, ആൽക്കലൈൻ ആയിട്ട് മാറും. അപ്പൊ അത് മോർ പ്രോൺ ടു ഇൻഫെക്ഷൻ ആയിട്ട് മാറും. അതാണ് നോർമലി ഒരു വുമന്റെ ഒരു മെൻസ്ട്രേഷൻ നടക്കുന്ന ഒരു വുമണിൽ നടക്കുന്ന സംഭവം അങ്ങനെയാണ്. അവർക്ക് PID വരാനുള്ള ചാൻസ് അങ്ങനെയാണ്. പിന്നെ ഇറ്റിയോപെത്തോളജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്ന 2 ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ക്ലമീഡിയ ട്രക്കോമാറ്റിസും നിസേറിയ ഗോണേറിയ, അവർ 2 പേരാണ് മെയിൻ ആയിട്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയൽ വജൈനോസിസ് ആൻഡ് എയറോബിക് വജൈനൈറ്റിസ്, അത് രണ്ടും ഉണ്ടാക്കുന്ന ആ 2 ഡിസീസ് ഉണ്ടാക്കുന്ന എല്ലാവിധ ഓർഗാനിസംസും അതിൽ വരുന്നതാണ് മറ്റേ ഗാർഡനെല്ല, മൈക്കോപ്ലാസ്മ, എയറോബിക് ബാക്ടീരിയ ലൈക്ക് ഇക്കോളൈ, പിന്നെ ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കി, എൻട്രോകോക്കി, അവരൊക്കെയാണ് ബാക്ടീരിയൽ വജൈനൈറ്റിസ് ആൻഡ് എയറോബിക് വജൈനൈറ്റിസ് ഉണ്ടാക്കുന്ന എല്ലാവിധ ഓർഗാനിസം. അതൊക്കെയാണ് ഇറ്റിയോളജിയിൽ വരുന്നത്. പിന്നെ TB ഉള്ള പേഷ്യൻസ്, ട്യൂബർക്കുലോസ് ഉള്ള പേഷ്യൻസിന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, PID. അതെങ്ങനെ വരുന്നത് വെച്ചാൽ ബ്ലഡ് സ്ട്രീം സ്പ്രെഡ് ആണ് കേട്ടോ, ബ്ലഡ് സ്ട്രീം സ്പ്രെഡ് ആണ് വരുന്നത്. പിന്നെ പെത്തോളജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇത് അസെൻഡിങ് ഇൻഫെക്ഷൻ ആണ്. അതായത് മുകളിലോട്ട് ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകും. ആദ്യം എന്ത് ചെയ്യും, നമ്മളിപ്പോ പീരീഡ്സിന് ശേഷം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ സെർവിസൈറ്റിസ് ആണ് ആദ്യം ഉണ്ടാവുക. അപ്പൊ എൻഡോസെർവിക്സിന് ആദ്യം എഫക്ട് ചെയ്യും, എൻഡോസെർവിസൈറ്റിസ് ഉണ്ടാവും. പിന്നെ അത് യൂട്രസിലേക്ക് സ്പ്രെഡ് ചെയ്യും, എൻഡോമെട്രൈറ്റിസ് ഉണ്ടാവും. പിന്നെ ഫെലോപ്പിയൻ ട്യൂബ്, എൻഡോസാൽപിൻജൈറ്റിസ്, പിന്നെ പയോസാൽപിൻസ്, പിന്നെ അതായത് നമ്മളെ ഫിംബ്രി അതൊക്കെ ഇല്ലേ, അതൊക്കെ എഫക്റ്റഡ് ആവും. പിന്നെ ഓവറിയിൽ ട്യൂബോ ഓവറിയൻ ആപ്സസ് ഉണ്ടാക്കും. അത് പിന്നെ സ്പ്രെഡ് ചെയ്ത് പെരിറ്റോണൈറ്റിസ്, പെൽവിക് ആപ്സസ്, ലാസ്റ്റ് അത് പെൽവിസ് പോയിട്ട് നമ്മളെ ലിവറിനെ വരെ എഫക്ട് ചെയ്യും. അതാണ് പെരി ഹെപ്പറ്റൈറ്റിസ്. ഈ പെരി ഹെപ്പറ്റൈറ്റിസിന് പറയുന്ന വേറൊരു പേരാണ് ഫിറ്റ്സ് ഹഗ് കർട്ടിസ് സിൻഡ്രോം. ഫിറ്റ്സ് ഹഗ് കർട്ടിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അവിടെ വരെ എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ലിവർ നിൽക്കുന്നത് റൈറ്റ് അപ്പർ ക്വാഡ്രന്റിലല്ലേ, അപ്പൊ അവിടെ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ ഉണ്ടാക്കും. പിന്നെ അത് പ്ലൂറിറ്റിക് ടൈപ്പ് പെയിൻ ആണ് കേട്ടോ. പിന്നെ ടെൻഡർനെസ് ഉണ്ടാവും. അതായിരിക്കും പെരി ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഫിറ്റ്സ് ഹഗ് കർട്ടിസ് സിൻഡ്രോം വരെ എത്തിക്കഴിഞ്ഞാലുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ടോ? ഹലോ ഹലോ ഓക്കെ. ഇനി സിംറ്റംസ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ, സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററലി ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, ബൈലാറ്ററൽ ലോവർ അബ്ഡോമിനൽ പെയിൻ. പിന്നെ അബ്നോർമൽ ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് വരും. പിന്നെ മെനോമെട്രോറേജിയ, പിന്നെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ ഫീവർ, നോസിയ, ഇതൊക്കെയാണ് ജനറലി സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ സയൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ജനറൽ എക്സാമിനേഷനിൽ ഹൈ ഫീവർ ആയിരിക്കും, ടാക്കികാർഡിയ ഉണ്ടാവും, ടങ് കോട്ടഡ് ആയിരിക്കും. പിന്നെ കോട്ടഡ് ടങ് നമ്മൾ കാണുന്നത് ടൈഫോയിഡിലാണ് തോന്നുന്നത്, അല്ലാണ്ട് കാണുന്നത് കേട്ടോ, കോട്ടഡ് ടങ് ടൈഫോയിഡ് നമ്മൾ പഠിച്ച തോന്നുന്നു. അപ്പൊ ജനറൽ എക്സാമിനേഷനിൽ ഹൈ ഫീവർ, ടാക്കികാർഡിയ, കോട്ടഡ് ടങ്. പിന്നെ അബ്ഡമന്റെ എക്സാമിനേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഡർനെസ് ഉണ്ടാവും, ഭയങ്കര റിജിഡിറ്റി ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പെൽവിക് എക്സാമിനേഷനിലുള്ള സയൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫൗൾ സ്മെല്ലിംഗ് പ്യൂർലൻ ഡിസ്ചാർജ്. പിന്നെ ഫോർണിസസിലും അഡ്നെക്സൽ മാസസും ഒക്കെ എന്തുണ്ടാവും, ഭയങ്കര ടെൻഡർനെസ് ഉണ്ടാവും, നമുക്കൊരു ഫീൽ ചെയ്യും, അഡ്നെക്സൽ മാസ് ഫീൽ ചെയ്യും. പിന്നെ സെർവൈക്കൽ മൂവ്മെന്റ് ടെൻഡർനെസ് ഉണ്ടാവും. പിന്നെ നമ്മളെ പൗച്ച് ഓഫ് ഡോഗ്ലസിൽ ഒരു ഫ്ലക്ച്വൻ സ്വെല്ലിങ് അറിയാൻ പറ്റും. അത് അതിന് കാരണം അത് പെൽവിക് ആപ്സസ് വന്നിട്ടുണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ പൗച്ച് ഓഫ് ഡോഗ്ലസിൽ ഫ്ലക്ച്വൻ സ്വെല്ലിങ് ഫീൽ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് സിംറ്റംസും സയൻസും പറയുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലോവർ ബൈലാറ്ററൽ ലോവർ അബ്ഡോമിനൽ പെയിൻ, അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ്, മെനോമെട്രേജിയ, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, ഫീവർ, നോസിയ, ഇതൊക്കെയാണ് സിംറ്റംസ്. പിന്നെ സയൻസ് പറഞ്ഞു ജനറൽ എക്സാമിനേഷനിൽ അബ്ഡോമിനൽ എക്സാമിനേഷൻ, പെൽവിക് എക്സാമിനേഷൻ. പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്. കാരണം റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ അവിടെയാണ് മെയിൻ ആയിട്ട് പെയിൻ, ലോവർ അബ്ഡോമിനൽ പെയിൻ ഒക്കെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ എക്ടോപിക് ജെസ്റ്റേഷൻ, പിന്നെ ട്വിസ്റ്റഡ് ഓവേറിയൻ സിസ്റ്റ്, സെപ്റ്റിക് അബോർഷൻ,
ഇതൊക്കെയാണ് DDs എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിൻഡ്രോമിക് അപ്രോച്ച് ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ബേസ് ചെയ്തിട്ട്, അതായത് ഒരാൾക്ക് ഒരു ക്ലിനിക്കൽ ഫീച്ചർ വരുമല്ലോ, ഫോർ എക്സാമ്പിൾ അബ്ഡമൽ പെയിൻ അങ്ങനെ വരുമ്പം ഫസ്റ്റ് അത് വെച്ച് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങണം. അല്ലാണ്ട് നമ്മൾ ലാബ് ടെസ്റ്റ്, ലാബ് ഇൻവെസ്റ്റിഗേഷൻ അതിന് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇതിന്റെ ലാബ് ടെസ്റ്റ്, ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ട് ലാപ്രോസ്കോപ്പി ഒക്കെയാണ് ഇതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ആബ്സസ്, ട്യൂബ് ഓവേറിയൻ മാസും അതൊക്കെ വന്ന് ഇതാവുമ്പോഴാണ് നമ്മൾക്ക് ലാപ്രോസ്കോപ്പിയിൽ കിട്ടുക. നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ നമ്മൾ ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഇത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. So syndromic approach to PID ആണ്, as it involves the treatment based on clinical features rather than the lab test. ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് മിനിമം ക്രൈറ്റീരിയ, ആ മിനിമം ക്രൈറ്റീരിയ എന്ന് കണ്ടോ? ഹലോ 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 ആടാ കേക്കാം, പറഞ്ഞു. ഓക്കെ. മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ലോവർ അബ്ഡമിനൽ ടെൻഡർനെസ്, അഡ്നെക്സൽ ടെൻഡർനെസ് അല്ലെങ്കിൽ സർവൈക്കൽ മോഷൻ ടെൻഡർനെസ്. ഇത് മൂന്നും ഞാൻ മറ്റേ അതിൽ പറഞ്ഞതാ, നമ്മൾ എക്സാമിനേഷനിൽ പറഞ്ഞില്ല, അബ്ഡമിനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴുള്ള സയൻസ് ആണ് ലോവർ അബ്ഡോമിനൽ ടെൻഡർനെസ്, അഡ്നെക്സൽ ടെൻഡർനെസ്, സർവൈക്കൽ മോഷൻ ടെൻഡർനെസ്. ഇതാണ് മിനിമം ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിങ് PID എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് അഡീഷണൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജനറൽ എക്സാമിനേഷനിൽ ടെമ്പറേച്ചർ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഓറൽ ടെമ്പറേച്ചർ മോർ ദാൻ 38.3 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ അബ്നോർമൽ, പിന്നെ നമ്മൾ പറഞ്ഞു സിംറ്റംസിൽ പറഞ്ഞു അബ്നോർമൽ ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും, അതാണ് അബ്നോർമൽ സെർവൈക്കൽ ഓർ വജൈനൽ മ്യൂക്കോ പുല്ലൻ ഡിസ്ചാർജ്. പിന്നെ നമ്മൾ ആ വജൈനൽ സെക്രീഷനിൽ തന്നെ WBCയുടെ പ്രസൻസ് നോക്കുക. പിന്നെ എലിവേറ്റഡ് ESR, C റിയാക്റ്റീവ് പ്രോട്ടീൻ, അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. CRP ഒക്കെ ചെയ്ത് നോക്കുക, ESR, CRP. പിന്നെ അതർ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഗൊണേറിയ ആൻഡ് ക്ലമീഡിയ ട്രക്കോമാറ്റിസ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ലാബ് ടെസ്റ്റ്, കാരണം ഗ്രാം നെഗറ്റീവ് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യുക, സെൽ കൾച്ചറും അതൊക്കെയാണ് പറയുന്നത്. അപ്പം മെയിൻ മിനിമം ക്രൈറ്റീരിയ ലോവർ അബ്ഡമിനൽ ടെൻഡർനെസ്, അഡ്നെക്സൽ ടെൻഡർനെസ് അല്ലെങ്കിൽ സർവൈക്കൽ മോഷൻ ടെൻഡർനെസ്. അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് PID ആയിട്ട് ഡയഗ്നോസ് ചെയ്യാം. ഡെഫിനിറ്റീവ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് പറയാം. അതായത് ഹിസ്റ്റോപത്തോളജിക്കൽ എവിഡൻസ് ഓഫ് എൻഡോമെട്രൈറ്റിസ് ഓൺ എൻഡോമെട്രിയൽ ബയോപ്സി. അത് നമ്മൾ എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പി നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞല്ലോ, ഇതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിയാണ്. അപ്പൊ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പം നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് ഹിസ്റ്റോപത്തോളജിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാർട്ട് നമ്മൾ എടുക്കും. ആ എവിഡൻസ് ആണ് ഇതിന്റെ ഡെഫിനിറ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ട്യൂബോ ഒവേറിയൻ ആപ്സ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ട്രാൻസ്വജൈനൽ അൾട്രാസോണോഗ്രഫിയിലാണ് അത് കാണുന്നത്. ട്യൂബോ ഒവേറിയൻ ആപ്സസോ അല്ലെങ്കിൽ ഈ അഡ്നെക്സൽ മാസസ് ഒക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് വെച്ചിട്ടാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഡെഫിനിറ്റീവ് ക്രൈറ്റീരിയ. പിന്നെ മൂന്നാമത്തെ ലാപ്രോസ്കോപ്പിക് അബ്നോർമാലിറ്റീസ് കൺസിസ്റ്റന്റ് വിത്ത് PID. അത് നമ്മളെ മറ്റേ ലാസ്റ്റ് പറയുന്ന ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തതൊക്കെയാണ്. അതൊക്കെ നമുക്ക് ലാപ്രോസ്കോപ്പി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എന്ത് സിൻഡ്രോമിക് അപ്രോച്ച്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് മിനിമം ക്രൈറ്റീരിയ വെച്ച് തന്നെ മാക്സിമം ട്രീറ്റ്മെന്റ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവാണ്. ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഫെലോപ്പിയൻ ട്യൂബും അതിന്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ബെറ്റർ ഓർ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്. പിന്നെ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ എടുക്കുക, ഹിസ്റ്റോപത്തോളജിക്ക് കൊടുക്കാനുള്ള ഇത് ഉണ്ട്. പിന്നെ ഈ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ബോത്ത് ഡയഗ്നോസ്റ്റിക്കും ആണ് മാനേജിങ് കൂടിയാണ്. അതെന്ത് ചെയ്യും, മാനേജ്മെന്റ് ഓഫ് എന്തെങ്കിലും എൻഡോമെട്രിയോമേ അഡിനെക്സൽ മാസസോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനും ലാപ്രോസ്കോപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും എക്ടോപിക് അല്ലെങ്കിൽ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, അതാ ഞാൻ നേരത്തെ ലാസ്റ്റ് പറഞ്ഞില്ലേ, ആ ഡെഫിനിറ്റീവ് ക്രൈറ്റീരിയയിൽ ലാസ്റ്റ് പോയിന്റ് അതാണ് കേട്ടോ, ലാപ്രോസ്കോപ്പിക് അബ്നോർമാലിറ്റീസ് കൺസിസ്റ്റന്റ് വിത്ത് PID. അതാണ് നമ്മൾ ഈ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസും എക്ടോപിക് ജസ്റ്റേഷൻ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാനും ലാപ്രോസ്കോപ്പി വെച്ചിട്ട് പറ്റും. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി ലാപ്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഫൈൻഡിങ്സ് നടത്താം, എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പെരി ട്യൂബൽ ആൻഡ് പെരി ഒവേറിയൻ അദഷൻസ്, ഫിംബ്രിയൽ ഒക്ലൂഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈമോസിസ്, ഹൈഡ്രോസാൽപിൻസ്, പയോസാൽപിൻസ്, ട്യൂബോ ഒവേറിയൻ ആപ്സസ്, പെരി ഹെപ്പാറ്റിക് അദഷൻസ്. അതായത് ഞാൻ അസെൻഡിങ് ഇൻഫെക്ഷൻസിൽ കുറെ ടേം പറഞ്ഞില്ലേ,
ഓരോന്നിന്റെ ഇൻഫ്ലെയിംഡ് ആവുന്നു. നമ്മളെ ഫെലോപ്പിയൻ ട്യൂബ്, ഓവറിയൻ മാസ്, ഫിംബ്രിയ, അത് ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞാൽ മതി. ആ ഫൈൻഡിങ്സ് മൊത്തം നമുക്ക് ലാപ്രോസ്കോപ്പി വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ MRI ആണ്. MRI അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, അങ്ങനെ ചെയ്യുന്നുമില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് വെച്ചാൽ ട്യൂബൽ എൻലാർജ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ട്യൂബ് ഓവേറിയൻ ആക്സസ്, പിന്നെ കൾവിസാക്കിൽ ഫ്രീ ഫ്ലൂയിഡ് ഉണ്ടോ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും MRI വെച്ചിട്ട്. പക്ഷെ MRI ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. മെയിൻ ആയിട്ട് ലാപ്രോസ്കോപ്പിയും പിന്നെ പറയുന്നത് ട്രാൻസ്വജൈനൽ അൾട്രാസോണോഗ്രഫി വിത്ത് പവർ ഡോപ്ലർ ആണ്. അത് പറയുന്നത് ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് അഡ്നെക്സൽ മാസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഈ എന്താ മിനിമം ക്രൈറ്റീരിയയും അഡീഷണൽ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് പക്ഷെ ആ ആന്റി മൈക്രോബിയൽ തെറാപ്പിക്ക് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അത് വെച്ചിട്ട് നമുക്ക് ഇനി അഡ്നെക്സൽ മാസും കാര്യങ്ങളൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് വിത്ത് പവർ ഡോപ്ലർ എന്നാണ്. പവർ ഡോപ്ലറിൽ നമുക്ക് കിട്ടുക PID ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഹൈപ്പറീമിക് ആയിരിക്കും. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പവർ ഡോപ്ലറിൽ കാണിക്കുക മൊത്തം ഹൈപ്പറീമിയ ആയിരിക്കും കാണിക്കുക. അപ്പൊ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് വിത്ത് പവർ ഡ്രോപ്ലർ നമ്മൾ ലോവർ അബ്ഡമിനൽ പെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ചെയ്യും. പിന്നെ ഇതും എന്താണ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയുന്ന വേറെ കുറെ ലാബ് ടെസ്റ്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിസേറിയ ഗൊണേറിയക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്മിയർ ചെയ്യാം. സർവൈക്കൽ അല്ലെങ്കിൽ യൂറീത്രൽ സ്മിയർ ചെയ്യും. എൻഡോ സർവൈക്കൽ അല്ലെങ്കിൽ യൂറീത്രൽ സ്മിയർ ചെയ്യുമ്പം എന്നിട്ട് ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ ഡിപ്ലോക്കോക്കെ, അത് കൺഫേം ചെയ്യുന്നത് നിസേറിയ ഗൊണേറിയ ആയിരിക്കും. പിന്നെ ഗ്ലമീഡിയ ട്രക്കോമാറ്റിസ് നമ്മൾ സെൽ കൾച്ചർ ചെയ്യാം. പിന്നെ ആന്റിജൻ ടെസ്റ്റും എലീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ PCR-ഉം LCR-ഉം ആണ്. LCR എന്ന് പറഞ്ഞാൽ ലിഗേസ് ചെയിൻ റിയാക്ഷനും മറ്റേ പോളിമറൈസ് ചെയിൻ റിയാക്ഷനും, അത് രണ്ടുമാണ് ഇപ്പൊ നമ്മൾ ക്ലമീഡിയ ട്രക്കോമാറ്റിസിന് ചെയ്യുന്ന ഇപ്പോഴത്തെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറെ ടെസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ അഡീഷണൽ ക്രൈറ്റീരിയയിൽ പറയുന്ന എലവേറ്റഡ് ESR ആണെങ്കിൽ, പിന്നെ C റിയാക്റ്റീവ് പ്രോട്ടീൻ, WBC കൗണ്ട് ഒക്കെ നോക്കാം. പിന്നെ വേറെ കുറെ, അതായത് HIV റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടോന്ന് അതും നമ്മൾ ടെസ്റ്റ് ചെയ്യാം. സിഫിലിസ്, HIV അതൊക്കെ നോക്കാം. ഇതൊക്കെയാണ് എന്ത് ലാബ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. മെയിൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിയാണ്. പക്ഷെ നമ്മളിവിടെ അധികം ചെയ്യുന്നത് സിൻഡ്രോമിക് അപ്രോച്ച് ആണ്. ആ ക്രൈറ്റീരിയ ഒന്ന് ഓർത്ത് വെക്കുക. മിനിമം ക്രൈറ്റീരിയ, അഡീഷണൽ ക്രൈറ്റീരിയ, ഡെഫിനറ്റീവ് ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് നല്ലോണം ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലൈസ് ചെയ്ത പേഷ്യൻസിന്, അതാണ് ഇൻപേഷ്യന്റ് റെജിമെന്റ്സും. പിന്നെ ഔട്ട് പേഷ്യന്റ് റെജിമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വീട്ടിക്ക് വന്ന് കാണിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെ രണ്ട് റെജിമെന്റ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റ് റെജിമെന്റ് ക്ലിയർ ഇല്ലല്ലോ. ഹലോ, കാണാവോ? ഹലോ, ഔട്ട് പേഷ്യന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻസ് ഇല്ലേ, അവരാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ആന്റി മൈക്രോബിയൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ട് തേർഡ് ജനറേഷൻ. അത് നമ്മൾ പാരന്റലി കൊടുക്കും ആദ്യം, പിന്നെ ഓറലി. അതായത് സെഫ്ട്രയസോൺ 250 mg സിംഗിൾ ഡോസ് കൊടുക്കും. സെഫ്ട്രയസോൺ കൊടുക്കാം. അതല്ലെങ്കിൽ എന്ത് കൊടുക്കാം, സെഫോസിറ്റിൻ കൊടുക്കാം 2 gram ഇൻട്രാമസ്കുലർലി. അതിന്റെ കൂടെ തന്നെ പ്രൊബ്നിസിഡ് 1 gram, 2 gram 1 gram പ്രൊബ്നിസിഡ് ഓറലി കൊടുക്കുക സിംഗിൾ ഡോസ്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, പാരന്റലി തേർഡ് ജനറേഷൻ വേറെ ഏതെങ്കിലും സെഫാലോസ്പോറിൻസ് കൊടുക്കാം. ഒന്നെങ്കിൽ സെഫ്ട്രയസോൺ കൊടുക്കുക, അല്ലെങ്കിൽ സെഫോസിറ്റിൻ പ്ലസ് പ്രൊബ്നിസിഡ് കൊടുക്കുക. ഇനി ഇത് ഏത് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ കൊടുക്കണം, ഡോക്സിസൈക്ലിൻ ആഡ് ചെയ്യണം. ഡോക്സിസൈക്ലിൻ 100 mg ഓർലി ഡെയിലി തന്നെ 2 പ്രാവശ്യം ട്വൈസ് കൊടുക്കണം. എല്ലാം അതിന്റെ കൂടെ ചിലപ്പം വേറെ ഇൻഫെക്ഷൻ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ, ഏതൊക്കെ ഓർഗാനിസം ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വിത്ത് ഓർ വിത്തൗട്ട് മെട്രോണിഡസോൾ 500 mg ഓർലി ട്വൈസ് ഡെയിലി ഫോർ 14 days. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തേർഡ് ജനറേഷൻ സെഫാലോസ്പോറിൻസ് ആണ്. അവരുടെ കൂടെ നമ്മൾ ഡോക്സിസൈക്ലിൻ കൊടുക്കും. പിന്നെ വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മേ ബി അവിടെ മെട്രോണിഡസോൾ കൊടുക്കാം, കണ്ടിരിക്കാം, വിത്ത് ഓർ വിത്തൗട്ട് മെട്രോണിഡസോൾ കൊടുക്കാം ഓർലി. ഇതൊക്കെ ഔട്ട് പേഷ്യന്റ് റെജിമെന്റ്സ് ആണ്. ഇനി ഇൻ പേഷ്യന്റ്, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് തേർഡ് ജനറേഷൻ തന്നെ സെഫോ ടെറ്റാൻ എന്ന് പറയും. 2 gram IV എവരി 12 hours കൂടുന്തോറും നമ്മൾ സെഫോട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ സെഫോസിറ്റിനും കൊടുക്കുക 2 gram IV എവരി 6 hours.
സെഫോസിറ്റിൻ ആണെങ്കിൽ എവറി 6 hours, സെഫോടെറ്റാൻ ആണെങ്കിൽ എവറി 12 hours കൂടുമ്പോഴേ നമ്മൾ കൊടുക്കുക. എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്സിസൈക്ലിൻ കൊടുക്കുക. അതാണ് റെജിമെൻ എ എന്ന് പറഞ്ഞാൽ. പിന്നെ റെജിമെൻ ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിൻഡാമൈസിൻ കൊടുക്കുക. ഓരോ 8 hours കൂടുന്തോറും ക്ലിൻഡാമൈസിനും അതിന്റെ കൂടെ ജെൻഡാമൈസിനും കൊടുക്കുക. ജെൻഡാമൈസിനും ക്ലിൻഡാമൈസിനും ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണേ. ക്ലിൻഡാമൈസിൻ 900 mg IV every 8 hours, ജെൻഡാമൈസിൻ ആണെങ്കിൽ 2 mg per kg IM or IV ആയിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ആ IM ജെൻഡാമൈസിൻ കൊടുത്തതിന് ശേഷം പിന്നെ അത് 1.5 mg ആയിട്ടാണ് കൊടുക്കുന്നത് ഓരോ 8 hours. ക്ലിൻഡാമൈസിനും 8 hours കൂടുമ്പോൾ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ഡോസ് ജെൻഡാമൈസിൻ കൊടുക്കുന്ന 2 mg കൊടുക്കുക. പിന്നെ ഫോളോഡ് ബൈ 8 hours 1.5 mg കൊടുക്കുക. പിന്നെ ആ പേഷ്യന്റിനെ നോക്കിയിട്ട് ആ പേഷ്യന്റ് ഓരോ 8 hours നമ്മൾ കൊടുക്കുകയാണല്ലോ, കൊടുത്തിട്ട് ക്ലിനിക്കലി ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓറലി ട്രീറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതുവരെ ക്ലിൻഡാമൈസിനൊക്കെ നമ്മൾ കൊടുത്തത് IV ആയിട്ടായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് ക്ലിൻഡാമൈസിൻ എന്ത് ചെയ്യും, ഓറലി കൊടുക്കുക. 450 mg every 6 hours. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡോക്സിസൈക്ലിൻ കൊടുക്കുക. ഡോക്സിസൈക്ലിൻ 100 mg twice daily for 14 days. ഇത്രയും മതി ട്ടോ. പിന്നെ ട്യൂബ് ഓവേറിയൻ മാസ് പ്രസന്റ് ആണെന്നുണ്ടെങ്കിലൊക്കെയാണ് പറയുന്നത് ക്ലിൻഡാമൈസിൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറയുന്നത്. അതൊന്നും വേണ്ട, ഇത്രയും മതി തന്നെ പഠിച്ചോ. ഇതാണ് OP റെജിമെനും IP റെജിമെനും. ഇതിലെന്തേലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഇല്ലടാ. ഹലോ ഓക്കെ. ഇനി ഒക്കെ ചവറാണ് കേട്ടോ, ജസ്റ്റ് നമുക്ക് വായിച്ചു വിടാനുള്ള സംഭവങ്ങളാണ്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ. നമ്മൾ എങ്ങനെയൊക്കെ മാനേജ്മെന്റ് ചെയ്യണം ഇപ്പൊ നമുക്കറിയാലോ. ഇപ്പൊ ഒരാൾക്ക് PID ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ പാർട്ട്നേഴ്സിനെ, മെയിൽ പാർട്ട്ണറിനെ എന്ത് ചെയ്യണം, പ്രൊഫൈലാക്ടിക് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ മെയിൽ പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോയിറ്റസിന്റെ സമയത്തിൽ കോണ്ടംസ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് അറിയുന്ന മെഷേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അവരോട് HIV STD ഒക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാൻ പറയണം. പിന്നെ അവരോട് പറയാം ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയണം. പിന്നെ കോൺട്രസെപ്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് കുറെ സംഭവങ്ങൾ. എപ്പോഴൊക്കെയാണ് ഹോസ്പിറ്റലൈസ് എന്തെങ്കിലും അതൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ കൂടെ ഡയഗ്നോസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും സർജറി ചെയ്യണം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് PID ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യാം. പിന്നെ അഡോളസെൻസ്, പിന്നെ ഈ ആന്റി മൈക്രോബിയൽ തെറാപ്പിക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇൻപേഷ്യന്റ് റെജിമെന്റിൽ പറയുന്നതാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലൈസ് ചെയ്യുക. പിന്നെ ഈ OP റെജിമെൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അവരെ നമ്മൾ IP ആക്കി മാറ്റുക. പിന്നെ സിവിയർ ഇൽനെസ്, നോസിയ, വോമിറ്റിംഗ്, ഹൈ ഫീവർ ഒക്കെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, ട്യൂബോ ഒവേറിയൻ ആപ്സസ്, അതൊക്കെ അതിന്റെ കോംപ്ലിക്കേഷനിലേക്ക്, ട്യൂബോ ഒവേറിയൻ ആപ്സസ് അതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, സർജറി ചെയ്യുക. അതൊക്കെയാണ് പറഞ്ഞത്. സർജറി എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് കാര്യമൊന്നുമില്ല. അത് ലാപ്രോസ്കോപ്പി മുതൽ ലാപ്രോട്ടമി വരെ വരും. അതാണ് സർജറി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ ലാപ്രോസ്കോപ്പിയിൽ 2 ഇൻഡിക്കേഷൻ ഉണ്ട്, ഡയഗ്നോസ്റ്റിക്കും ഉണ്ട്, മാനേജ്മെന്റ് ഇൻഡിക്കേഷനും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ആന്റിമൈക്രോബിയൽ തെറാപ്പി ഒന്നും യൂസ് ചെയ്തിട്ടും ട്രീറ്റ്മെന്റിന് ഒരു റെസ്പോൺസും ഇല്ല, കണ്ടീഷൻ വേഴ്സൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ PID ചെയ്യുന്നത്. പിന്നെ ട്യൂബോ ഒവേറിയൻ ആപ്സസ് ഫോർമേഷൻ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മറ്റേ പെരി ഹെപ്പറ്റൈറ്റിസ് കണ്ടീഷൻ, എന്താ ഫിറ്റ്സ് ഹെർകർട്ടിസ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ പിന്നെ അത് ചെയ്യുന്നത്. പിന്നെ എന്തോ പറയാനുള്ള മാനേജ്മെന്റ്, പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഔട്ട്കം ഓഫ് PID എന്ന് പറഞ്ഞാൽ. ഔട്ട്കം ഓഫ് PID എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന എന്താ കോംപ്ലിക്കേഷൻസ്, അതാണ് ഔട്ട്കം ഓഫ് PID. ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയും എക്ടോപിക് ജസ്റ്റേഷൻ ആണ് മെയിൻ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റിയും എക്ടോപിക് ജസ്റ്റേഷൻ ആണ്. അത് രണ്ടും മറക്കരുത് കേട്ടോ. പിന്നെ ക്രോണിക് PID ആയിട്ട് മാറും. ക്രോണിക് പെൽവിക് പെയിൻ, ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഹിസ്റ്ററക്ടമി ലേറ്റർ. അത് പിന്നെ പറയുന്നത് ഇത് എങ്ങനെയൊക്കെ പ്രിവെൻഷനാ പറയുന്നത്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈഫ് സ്റ്റൈൽ കൗൺസിലിങ്ങും ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളും അതൊക്കെ നമുക്ക് അറിയുന്നത്. സേഫ് സെക്സ് പ്രാക്ടീസസ്, പിന്നെ അവരോട് ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ പറയാം. അതൊക്കെയാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓർഗാനിസം ഏതാണോ പോസിറ്റീവ് ഏതാന്ന് വെച്ചാൽ അത് ഫൈൻഡ് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം. സ്ക്രീനിങ് ഒക്കെ ചെയ്തിട്ട് ഏത് ക്ലമീഡിയ ആണോ ഗോണോറിയ ആണോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇൻഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം,
പ്രിവെന്റ് ചെയ്യാം. എക്ടോപിക് ജസ്റ്റേഷൻ അതൊക്കെയാണല്ലോ ലേറ്റ് സെക്യുല എന്ന് പറയുന്നത്. അതൊക്കെ പ്രിവെന്റ് ചെയ്യാം. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെറിഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ലോവർ ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ, ട്യൂബൽ ഡാമേജ് ഒക്കെ വരാൻ തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതായത് ഏർലി ഡയഗ്നോസ് ചെയ്യുക എങ്ങനെയാ, ബേസ്ഡ് ഓൺ ദ സിൻഡ്രോമിക് അപ്രോച്ച് എന്നാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അത് വെച്ചിട്ട് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷ്യറി പ്രിവെൻഷൻ ചെയ്യാം. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു ലേറ്റ് സെക്യുല എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എക്ടോപിക് ജസ്റ്റേഷൻ, ട്യൂബൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി, പിന്നെ ക്രോണിക് PID ആണ്. അപ്പൊ ഇനി ഒരു സ്മോൾ ടോപ്പിക് കൂടി ഉണ്ട്, ക്രോണിക് PID. അതെന്താന്ന് പറഞ്ഞത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ ഒന്നുമില്ല. അതെന്താണ്, ലോങ് ടേം സെക്യുല ഓഫ് ദ അക്യൂട്ട് PID ആണ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന സംഭവങ്ങളില്ലേ, ട്യൂബോ ഒവേറിയൻ ആപ്സിസ്, ഹൈഡ്രോസാൽപിൻസ്, പയോസാൽപിൻസ്, ആ ഒരു കണ്ടീഷനിലൊക്കെ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തായിട്ട് മാറി, ക്രോണിക് PID പേഷ്യന്റ് ആയിട്ട് മാറി. പിന്നെ പറയുന്നത് ക്രോണിക് PIDയുടെ സിംറ്റംസും സയൻസും ഒക്കെയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീപ് സീറ്റഡ് ആയിട്ടുള്ള പെൽവിക് പെയിൻ, കൺജസ്റ്റീവ് ഡിസ്മെനോറിയ, പിന്നെ ഡീപ് ഡിസ്പെരൂണിയ, കോയിറ്റസിന്റെ ടൈമിൽ ഭയങ്കര പെയിന്, ഇൻഫെർട്ടിലിറ്റി, സിംറ്റംസ് ആൻഡ് സയൻസ്. പിന്നെ മറ്റേതിന്റെ അതേപോലെ തന്നെ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്ഡമൻ എക്സാമിനേഷൻ ചെയ്യുക, പെൽവിക് എക്സാമിനേഷൻ ചെയ്യുക, അൾട്രാസൗണ്ട് എടുക്കുക. അപ്പൊ അബ്ഡമൻ എക്സാമിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, പെൽവിക് മാസ് കിട്ടും, ടെൻഡേർനെസ് അറിയാൻ പറ്റും. പിന്നെ പെൽവിക് എക്സാമിനേഷനിൽ നമുക്ക് എന്തറിയാൻ പറ്റും, ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്രോവേറ്റഡ് ടെൻഡഡ് യൂട്രസ് ഉണ്ടാവും, അഡ്നെക്സൽ ടെൻഡേർനെസ്, പെൽവിക് മാസ് ഒക്കെ സെയിം തന്നെ, കാര്യമായിട്ടൊന്നുമില്ല. അൾട്രാസൗണ്ട്, ഹൈഡ്രോസാൽപിൻ, ഞാൻ ജസ്റ്റ് ക്രോണിക് PID എന്താന്ന് പറയുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ DDs എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസും ക്രോണിക് എക്ടോപിക് ജസ്റ്റേഷൻ തന്നെയാണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ ആണ്. സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏത് ഭാഗമാണോ, ഓവറി ആണോ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് ആണോ, ഏത് ഭാഗമാണോ ലാസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം എടുത്ത് കളയാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഒരു എന്താ ഫുൾ ഫാമിലി ആയിട്ട് ഫുൾ ഇതായി കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോ പ്രഗ്നന്റ് ആവത്തില്ല അങ്ങനത്തെ ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ യൂട്രസിന്റെ ഒരു ആവശ്യമില്ലല്ലോ, അപ്പൊ നമ്മൾ ഹിസ്റ്ററക്ടമി ചെയ്യും. അതൊക്കെയാണ് ഇതിൽ സർജറി എന്ന് പറയുന്നത്. അതൊക്കെ തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഏത് ഭാഗമാണോ അവരുടെ എഫക്ട് ചെയ്തത് അതൊക്കെ എടുത്ത് കളയാം. ഹലോ, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. PID, അക്യൂട്ട് PIDയും ക്രോണിക് PID. അതിൽ അക്യൂട്ട് PID ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ക്രോണിക് PID വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി എന്തൊക്കെയാന്നുള്ളത്. ഹലോ 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 ഹലോ, കഴിഞ്ഞടാ, കഴിഞ്ഞു. എന്തേലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഇല്ല. ഓക്കെ, താങ്ക് യു.